ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون. സൂറത്തുൽ ബഖറയിലെ 103-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിൽ ചില നിയമങ്ങൾ നാം പാലിക്കേണ്ടതുണ്ട്. ഒന്നാമതായി അന്നഹും, ഷദ്ദുള്ള നൂനായത് കൊണ്ട് തന്നെ 2 ഖദർ മണിക്കേണ്ടതാണ്. ലമസൂബത്തും മിൻ, തൻവീന് ശേഷം മീമ് വന്നു. അൽ ഇദ്ഗാം ബി ഗുന്നയാണ് നിയമം. ലമസൂബത്തും മിൻ എന്ന രീതിയിലാണ് ഉച്ചരിക്കേണ്ടത്. തൻവീനിനെ മീമിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഇൻദില്ലാഹി, അവിടെ സുക്കൂനുള്ള നൂന് ശേഷം ദാല് വന്നു. അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ് നിയമം. അള്ളാഹു എന്ന പദത്തിന് മുമ്പ് കസ്ർ വന്നതുകൊണ്ട് തന്നെ ഈ പദത്തെ നാം തഫ്ഹീം കൊടുക്കരുത്, മറിച്ച് തർക്കീഖാണ് കൊടുക്കേണ്ടത്. അള്ളാഹ് എന്ന ഉച്ചാരണത്തിന് പകരം അല്ലാഹ് എന്ന ഉച്ചാരണമായി മാറും. മിൻ ഇൻദില്ലാഹി ഖൈർ, ഖൈർ എന്ന വാക്കിൽ നിർത്തുമ്പോൾ റാഇന് തർക്കീഖാണ് കൊടുക്കേണ്ടത്. റാഇനെ രാ എന്ന ശബ്ദമാക്കി മാറ്റേണ്ടതാണ്. നിർത്തുമ്പോൾ സ്വാഭാവികമായും സുക്കൂൻ കൊണ്ടാണ് നിർത്തേണ്ടത്. ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ ലൗ കാനൂ യഅലമൂൻ. യഅലമൂൻ എന്ന വാക്കിൽ നിർത്തുകയാണെങ്കിൽ 2, 4, 6 ഖദർ ദീർഘിപ്പിക്കാവുന്നതാണ്. അൽ മദ്ദുൽ ആരിദ് ലിസ്സുക്കൂൻ എന്നാണ് ഈ ദീർഘത്തിൻ്റെ പേര്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وصلى الله وسلم وبارك على عبد الله ورسوله محمد أشرف الأنبياء وأشرف المرسلين وعلى آله وعلى صحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين وبعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 103-ാമത്തെ ആയത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون. ഇവിടെ ഈ ആയത്തിൽ വന്നിട്ടുള്ള വാക്കാർത്ഥങ്ങൾ വലൗ അന്നഹും, അവർ ആയിരുന്നെങ്കിൽ, ആമനു, അവർ വിശ്വസിച്ചു, വത്തഖൗ, അവർ സൂക്ഷിക്കുകയും ചെയ്തു, ലമസൂബത്തുൻ, തീർച്ചയായും വല്ല പ്രതിഫലവും അല്ലെങ്കിൽ ഒരു പ്രതിഫലം, മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള, ഖൈർ, നല്ലതാണ് അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമാണ്, ലൗ കാനു, അവരായിരുന്നെങ്കിൽ, യഅലമൂൻ, അവർ അറിയും. അപ്പോൾ സഹോദരങ്ങൾ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയുടെ 103-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം, അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള ഏതൊരു പ്രതിഫലവും എത്രയോ ഉത്തമമാകുന്നു അവരത് അറിഞ്ഞിരുന്നുവെങ്കിൽ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആയത്തിലൂടെ വളരെ കൃത്യമായി നമ്മൾ പഠിച്ചു മനസ്സിലാക്കി, ബനു ഇസ്രായേലിയർ അവർ ബാബിലോണിൽ വെച്ച് സിഹറിനെ കുറിച്ച് പഠിക്കുകയും അത് അവർ പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും അങ്ങനെ
അള്ളാഹു സുബ്ഹാനഹു വ തആല കുഫ്റായി വിധിച്ച ഈ സിഹറിലൂടെ പല ഭൗതികമായ കാര്യങ്ങളുടെ പുറകെ അവർ സഞ്ചരിക്കുകയും ചെയ്ത കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ച ഒരു വിഷയമാണ്. വളരെ അധപ്പതിച്ച അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന ഈ ഒരു സ്വഭാവം അവർ സ്വീകരിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി അവതരിപ്പിച്ച മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ അള്ളാഹു അവർക്ക് നൽകിയ ആ ഒരു വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥത്തെ പുറന്തള്ളിക്കൊണ്ടാണ് ബനു ഇസ്രായേലിയർ പിശാചിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട മനുഷ്യനെ സത്യനിഷേധിയാക്കുന്ന സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഇടപാടുകൾ നടത്തിയത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ, അതായത് സൂറത്തുൽ ബഖറയുടെ 103-ാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കുകയാണ്, വലൗ അന്നഹും ആമനു വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ. അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നാൽ അള്ളാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എത്രയോ ഉത്തമമാകുന്നു എന്ന്. അതായത് ഈ യഹൂദികൾ അവർ അവരുടെ ശരിയായ വിശ്വാസത്തിന് പകരം, പ്രവാചകന്മാരെ അനുസരിക്കുന്നതിന് പകരം അവർ അവരുടെ നൈമിഷികമായ ഈ ജീവിതത്തിൽ തിരഞ്ഞെടുത്തത് ഈ ദുനിയാവിൽ അവർക്കുള്ള നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് പിശാചിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട സിഹറിനെയാണ് ഈ യഹൂദികൾ അവർ തെരഞ്ഞെടുത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിരോധിച്ച കാര്യങ്ങൾ, അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെ കുറിച്ച ഒരു ചിന്ത പോലും ഈ യഹൂദികൾ പ്രകടിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് നൽകിയ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഈ ദുനിയാവിൽ അധ്വാനിക്കുകയാണ് എങ്കിൽ എത്രയോ ഉപകാരപ്രദമായ നേട്ടങ്ങളായിരിക്കും ഈ ദുനിയാവിലും അതുപോലെ തന്നെ നാളെ പരലോകത്തേക്കും അവർക്ക് ഇവിടെ വെച്ചുകൊണ്ട് സമ്പാദിക്കാൻ സാധിക്കുക എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അറിയിക്കുന്നത്. പക്ഷേ അവർ തെരഞ്ഞെടുത്ത ഈ സിഹറിന്റെ പ്രവർത്തനങ്ങൾ അത് ഭാവിയിൽ വലിയ ആപത്തായിട്ടാണ് അവരുടെ ജീവിതത്തിൽ അത് കലാശിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് എന്തു പ്രവർത്തനം നമ്മൾ ഈ ഭൂമിയിൽ നടത്തുകയാണ് എങ്കിലും അവിടെയെല്ലാം നമ്മുടെ ജീവിതം ഒരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിലുള്ള തികഞ്ഞ വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി നമ്മൾ ഏത് കാര്യത്തെയും നേരിടണം എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലൗ അന്നഹും ആമനു വത്തഖൗ, അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നാൽ എന്ന്. അള്ളാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം അങ്ങനെയാണ് എങ്കിൽ എത്രയോ ഉത്തമമാകുന്നതായിരിക്കും എന്നാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അറിയിക്കുന്നത്. ഇവിടെ എടുത്തു പറഞ്ഞ ഈ തഖ്വ അത് എന്താണ് എന്ന് ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ തഖ്വ എന്താണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷക്കും അള്ളാഹുവിന്റെ അനിഷ്ടത്തിനും കാരണമാകുന്ന മുഴുവൻ കാര്യങ്ങളും സൂക്ഷിച്ച് ജീവിക്കുന്ന ഭയഭക്തിക്കാണ് തഖ്വ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോ സിഹർ എന്ന് പറയുന്നത് സഹോദരങ്ങൾ, അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമല്ല, മറിച്ച് നാളെ പരലോകത്ത് ഈ സിഹറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് നടക്കുന്ന ആളുകൾക്ക് വളരെ വേദനയേറിയ ശിക്ഷയാണ് നാളെ പരലോകത്ത് ലഭിക്കാനിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നാൽ അള്ളാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എത്രയോ ഉത്തമമാകുന്നു. ലൗ കാനൂ യഅലമൂൻ, അവരത് അറിഞ്ഞിരുന്നെങ്കിൽ, അവരത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇവിടെ സഹോദരങ്ങളെ, തഫ്സീർ പണ്ഡിതന്മാർ നമ്മെ പ്രത്യേകം ഉണർത്തുകയാണ്, ആർക്കാണ് ഈ രൂപത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുക എന്ന വിഷയം. അതിനുള്ള ഉത്തരമാണ് പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയാണ് സഹോദരങ്ങളെ. തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് ഖസസിലെ 80-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം, സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സ്വാലിഹൻ, വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അള്ളാഹുവിന്റെ പ്രതിഫലമാണ് കൂടുതൽ ഉത്തമമെന്ന്. എങ്ങനെ? സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സ്വാലിഹൻ, വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലമാണ് കൂടുതൽ, അത്തരം ആളുകൾക്ക് ഉത്തമം. വലാ യുലഖാഹാ ഇല്ല സ്വാബിറൂൻ, ക്ഷമാശീല
ശീലമുള്ളവർക്കല്ലാതെ, ക്ഷമിക്കുന്ന ശീലമുള്ളവർക്കല്ലാതെ അത് നൽകപ്പെടുകയില്ല എന്നാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോ ഏതൊരു കാര്യത്തിനും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നല്ല ക്ഷമയോടുകൂടി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർക്കായിരിക്കും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള യഥാർത്ഥ രൂപത്തിലുള്ള ഒരു സഹായം. യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അതുപോലെ തന്നെ ആ വിശ്വാസം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അതിനനുസരിച്ചു കൊണ്ടുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അത് സാധിക്കുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അത്തരം സജ്ജനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇത്രയും കാര്യങ്ങളാണ് സൂറത്തുൽ ബഖറയുടെ 103-ാമത്തെ ആയത്തിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇനി ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഈ ആയത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.